ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നുള്ളത് യോർക്ക്ഷയർ ഡെയിൽസിലാണ്. നിങ്ങളൊരു ഹാരി പോട്ടർ ഫാൻ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടിലാണ് കേട്ടോ ഞങ്ങൾ എന്നുള്ളത്. അന്തരീക്ഷം ആകെ മൂടിക്കിടക്കുക. ശരിക്കും നമ്മളൊരു ഹാരി പോട്ടറിന്റെ സെറ്റിൽ വന്നേക്കുന്ന പോലെയുണ്ട്. ആ ഒരു ഡാർക്ക് മൂഡ് മൊത്തത്തിനകത്ത്. സന്തോഷം വരും. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ ചിരിക്കും. സൂക്ഷിച്ചേ. സോ ഞാനിപ്പോൾ ഉള്ളത് മാൽഹം കോവിലാണ്. നിങ്ങൾ ഹാരി പോട്ടർ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥലം എന്തായാലും വിസിറ്റ് ചെയ്യേണ്ടതാണ്. കാരണം ഹാരി പോട്ടർ ഡെഡ്ലി ഹോളോസിലൊരു സീൻ ഇതിൻ്റെ മുകളിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കതിൻ്റെ മുകളിൽ കയറി നോക്കിയാലോ? തിന്നു നോക്കിയാലോ? ഇവിടെ ഏതാണ്ട് ഒരു 12,000 വർഷങ്ങൾക്ക് മുന്നേ ഐസ് ഏജ് കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ ഐസ് എല്ലാം വീണ് കിടന്ന് ഒരു വലിയ ഫോർമേഷൻ പോലെ ആയിരുന്നു. പിന്നെ ലേറ്റർ ഓൺ അത് ഉരുകി മഞ്ഞൊക്കെ ഉരുകി ഇപ്പോൾ കാണുന്ന തരത്തിലുള്ള ഒരു ലൈം സ്റ്റോൺ സ്ട്രക്ചർ ഫോം ആവുമായിരുന്നു ചെയ്തത്. അതുപോലെ തന്നെ ആ ഐസെല്ലാം ഉരുകിയിട്ട് ഇത് പണ്ട് ഇവിടെ വലിയൊരു വാട്ടർഫോൾ ആയിരുന്നു എന്നാണ് കേട്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ വാട്ടർഫോൾ ഒന്നുമില്ല. പക്ഷെ താഴത്ത് മഴയൊക്കെ പെയ്ത് നല്ലൊരു അരുവി പോലെ നല്ലൊരു റിവർ പോകണം. പക്ഷെ ആ വെള്ളം ഒഴുകിയതിന്റെ പാട് ഇപ്പോഴും ഇങ്ങനെ കാണാം. ഇപ്പോഴും കാണാം. മുകളിലോട്ടുള്ള ട്രെയിൽ അത്രയും ബുദ്ധിമുട്ടില്ല. കാരണം നമുക്ക് ഈ കാണുന്ന പോലെ സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. അപ്പം അത് കാരണം കുറച്ചും കൂടെ സുഖമാണ്. പക്ഷെ ഒരു ഇത്തിരി സ്റ്റീപ്പായിട്ടുള്ള കയറ്റമാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ കയറുന്നതോളം ബാക്കിലിങ്ങനെ വ്യൂ ഓപ്പണായി വന്നുകൊണ്ടിരിക്കുക. എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഈ സ്ഥലത്ത് വെച്ചാണ് ഹാരി പോട്ടർ ഡെഡ്ലി ഹോളോസിലെ ഈ കാണുന്ന സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എന്ത് ഭംഗിയാന്ന് നോക്കി ഈ സ്ഥലം. ഇവിടെ ഫുള്ള് ഇപ്പോൾ ഒരു മഴക്കാറ് വന്ന് കൂടിയിട്ട് ഒരു ഹാരി പോട്ടർ മൂഡിൽ തന്നെയാണ് നിൽക്കുന്നത്. ഫുൾ അറ്റ്മോസ്ഫിയർ. നമുക്കിനി ക്യാമ്പ് ചെയ്യാനായിട്ട് ഒരു സ്പോട്ട് കണ്ടെത്തണം. കാരണം നമുക്ക് ഇവിടെ ക്യാമ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് ഫൈൻഡ് എ സ്പോട്ട്.
കിടക്കുന്നത് അറിയില്ലായിരുന്നു. നോക്കിട്ടാ ഇളകുന്നുണ്ട്. നോക്കി നോക്കി സൈഡ്. എന്താ പറ്റിയാ? കയറിഞ്ഞ ഇല്ല. ക്യാമ്പ് ചെയ്യാനായിട്ട് ഒരു സ്ഥലവും കിട്ടുന്നില്ല. എല്ലായിടത്തും ഈ കാണുന്ന പോലെ കല്ലുകളാണ്. നടക്കുമ്പോൾ ഇങ്ങനെ കുഴിഞ്ഞു പോവാം. ഞങ്ങളിപ്പോൾ കുറച്ച് നേരമായി സ്ഥലം നോക്കി നടക്കണം. ഞങ്ങൾ ആ താഴത്തുനിന്ന് മാൽമ അവിടെ താഴത്താണ് വരുന്നത്. അവിടെ നിന്ന് മുകളിലോട്ട് കയറി എൻ്റെ അമ്മു സൺസെറ്റ് ആകാറായി. കുറച്ച് നേരം കൂടെ ഡേ ലൈറ്റ് ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു സ്ഥലം കണ്ടുപിടിക്കണം. അയ്യോ ക്ഷീണിച്ചു. ഇങ്ങനെ പുല്ലിൻ കല്ലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ടയേർഡാവുന്നു. നോക്കട്ടെ കണ്ടുപിടിക്കാൻ പറ്റുമോ. വഴി തെറ്റിയാ കൃപ? വഴി നമുക്ക് അറിയില്ല. എങ്ങോട്ടൊന്നില്ലാതെ നമ്മളിങ്ങനെ നടക്കുകയാണ്. 1 മണിക്കൂർ കൂടിയാണ്. അല്ല 1 മണിക്കൂറല്ല, അരമണിക്കൂറും കൂടിയാണുള്ളൂ. അരമണിക്കൂർ കഴിഞ്ഞാൽ വെളിച്ചം പോകും, പിന്നെ ഇരുട്ടാകും, പിന്നെ ഈ പറഞ്ഞ കളിയൊന്നും നടക്കില്ല. അപ്പം നമ്മളായിട്ട് സ്പോട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. തപ്പിക്കൊണ്ടിരിക്കുന്നു. മിക്കവാറും വെളിച്ചം പോയി കഴിയുമ്പോഴേക്കും നമ്മൾ മാൽക്കം കോവിൻ്റെ അവിടെ തന്നെ പോയി ക്യാമ്പ് ചെയ്യുമെന്ന് തോന്നുന്നു. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ആൾക്കാർ എപ്പോഴും വരുന്നതുകൊണ്ടാണ് നമ്മൾ പിന്നെ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തത്. മിക്കവാറും ഇങ്ങനെ സ്ഥലം തപ്പി ലാസ്റ്റ് ഇരുട്ടാകുമ്പോഴേക്കും അവിടെ തന്നെ പോയി ക്യാമ്പ് ചെയ്യേണ്ടി വരും നമ്മൾ. യെസ്, ലെറ്റ്സ് സീ. സൂക്ഷിച്ച്. ഇതിൻ്റെ ഇടയിൽ പോകണ ഈ കാല് ആംഗിൾ ട്വിസ്റ്റ് ആവും. ഈ കല്ലുകളുടെ പണി. ഫൈനലി അങ്ങനെ ഞങ്ങൾ ടെൻറ്റ് പിച്ച് ചെയ്തു. ലാസ്റ്റ് മുകളിൽ സ്ഥലങ്ങളൊന്നുമില്ല, കാരണം ഫുള്ള് കല്ലുകളും പിന്നെ വലിയ പുല്ലാണ്. നമ്മൾ ചവിട്ടുമ്പോൾ ഇങ്ങനെ കുഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അതാണ് ഞങ്ങൾ ലാസ്റ്റ് നമ്മളാ കയറി വന്ന കല്ലിൻ്റെ ബാക്കിൽ തന്നെയായിട്ടാണ്, ആ മെയിൻ ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ ബാക്കിൽ തന്നെയായിട്ടാണ് നമ്മളിപ്പോൾ ക്യാമ്പ് ചെയ്തേക്കുന്നത്. ഞങ്ങളിവിടെ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചത്, പക്ഷേ രാത്രി ആയപ്പോഴേക്കും ആൾക്കാരെല്ലാം പോയി, ഇവിടെ ആരുമില്ല. അപ്പോൾ പിന്നെ ഇവിടെ തന്നെ ചെയ്യാമെന്ന് ഓർത്തു. ഇപ്പോൾ മഴയൊന്നും പെയ്തിട്ടില്ല, പക്ഷെ ആകെ മൂടിയെല്ലാം ഇരുട്ടായിട്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പം എല്ലാ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട്, ഇന്ന് സൂപ്പർ ഈ വർഷത്തെ ഏറ്റവും വലിയ മൂണാണെന്ന് പറയുന്നത്. അത് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 3 മണിക്കൊക്കെ ക്ലിയർ സ്കൈ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്, പക്ഷേ എനിക്കറിയില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം, പക്ഷേ നമുക്ക് നോക്കാം. ഇപ്പം ആദ്യം എന്തെങ്കിലും ഫുഡ് കഴിക്കാം.
അങ്ങനെ രാവിലെ ഇപ്പം സമയം ഓൾമോസ്റ്റ് 6:45. അന്തരീക്ഷം ആകെ മൂടിക്കിടക്കുക. ശരിക്കും നമ്മളൊരു ഹാരി പോട്ടറിൻ്റെ സെറ്റിൽ വന്നേക്കുന്ന പോലെയുണ്ട്. ആ ഒരു ഡാർക്ക് മൂഡ് മൊത്തത്തിനകത്ത്, മഴക്കാറും ആ ഒരു ഗ്രേഡിങ്ങും. ആൻഡ് ഇവിടെയാണ് ഞങ്ങൾ ഇന്നലെ പിച്ച് ചെയ്തത്. നമ്മുടെ ആ ഫ്രണ്ടിനകത്ത് ആ സ്ഥലത്തുള്ള കല്ലുകളുടെ മുകളിനകത്ത് വെച്ചാണ് ഹാരി പോട്ടറിലെ സീനുകൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഇടയ്ക്ക് വെച്ച് ഞങ്ങൾക്ക് ആ മൂൺ കിട്ടി, പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ആകെ മൂടിയിരിക്കുമായിരുന്നു. അപ്പോൾ അത് കാരണം അത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടിയില്ല. ഫോണിനകത്തെ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാൻ പാകത്തിനകത്ത് അത് കിട്ടിയില്ല. ഇപ്പോൾ രാവിലെ 7:30 സൺറൈസ് പറയുന്നത്. പക്ഷേ വെതർ ഈ കാണുന്ന പോലത്തെ ഈ കളർ അയക്കുന്നതുകൊണ്ട് നമുക്ക് വെളിച്ചവും അധികം ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ മെല്ലെ ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് മെല്ലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചിട്ട് മെല്ലെ ടെൻ്റെല്ലാം പാക്ക് ചെയ്ത് താഴത്തോട്ട് ഇറങ്ങുന്നതായിരിക്കും. ഞങ്ങൾ സാധാരണ രാവിലെ കാപ്പിയാണ് ഉണ്ടാക്കാറ്. പക്ഷേ കാപ്പി കുടിച്ച് കഴിയുമ്പോഴേക്കും മൊത്തം ആ ഒരു കോഫിയുടെ ഒരു ഡ്രൈ ചൊവ പോലെ ഇരിക്കും കുറച്ച് നേരത്തേക്ക്. സോ അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രാവശ്യം ഹോട്ട് ചോക്ലേറ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന വേസ്റ്റും റബ്ബിഷും ഒന്നും നമ്മൾ ക്യാമ്പ് ചെയ്യണടുത്ത് ഇടരുത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു ലോണ്ടറി ബാഗ് കൊണ്ടുവരും. ലോണ്ടറി ബാഗല്ലല്ലോ, ബിൻ ബാഗ് ഞങ്ങൾ കൊണ്ടുവരും. സോ അത് വൈൽഡ് ക്യാമ്പ് ചെയ്യുമ്പോഴേക്കും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു റൂള് തന്നെയാണത്. ഗുഡ് മോർണിംഗ്. പക്ഷെ മനസ്സിലായോ, പെട്ടെന്ന് കാണാനായിട്ട് പറ്റും എവിടെ നോക്കിയാലും. നമ്മുടെ താഴത്ത് നോക്കിയപ്പോഴാ കേവ് ഉണ്ടായിരുന്നു. കേവ് കാണും. നമ്മളവിടെ നിന്ന് കഴിഞ്ഞാലും കാണും, സുഖമായിട്ട് കാണൂല. ഇവിടെ നോക്കി കഴിഞ്ഞാൽ എന്തായാലും കാണില്ല. നമ്മൾ ചെയ്യണം. ആ സൈഡിനകത്ത് ടെക്കുകൾ വെക്കാം. മുകളിലത്തെ സിബ് ഇടുക. ട്രക്കിംഗ് ഇങ്ങനെ വലിച്ചെടുക്കുക. കൈ ഇതാവ. യെസ്, അങ്ങനെ ഞങ്ങൾ ടെൻറ്റും സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ചെറിയൊരു ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കുടിച്ച് ഇനിയിപ്പോൾ മഴ വരുന്ന കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾ താഴത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ലീവ് നോ ട്രേസ്. ഇവിടെ നമ്മൾ കിടന്നിടത്ത് ഒന്നുമില്ല. ഓക്കെ, ഞങ്ങൾ ഇനിയും അല്ലേ താഴത്തോട്ട് അതിലിറങ്ങി താഴത്തോട്ട് പോകും മഴയ്ക്ക് മുമ്പായിട്ട്. ഇവിടെ പോകാം. യെസ്, അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക,
പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സുകൾ കമൻറ്റിനകത്ത് മെൻഷൻ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, എന്നാലാണ് നമ്മുടെ ചാനലിന് ഇനി ബെറ്റർ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അത് രക്ഷപ്പെട്ടിട്ട് ഞങ്ങൾ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.